ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3-ാം പാലത്തിന്റെ പൈലിംഗ് ജോലികൾക്ക് തുടക്കം കുറിച്ചു. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത്. ഇതോടെ പഴയ കൊച്ചിൻ പാലമടക്കം 5 പാലങ്ങൾ ഭാരതപ്പുഴയ്ക്ക് കുറുകെ വരും. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേയുടെ 3-ാം പാലത്തിന്റെ പൈലിംഗ് ജോലികൾക്ക് തുടക്കം കുറിച്ചു. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത്. ഇതോടെ പഴയ കൊച്ചിൻ പാലമടക്കം 5 പാലങ്ങൾ ഭാരതപ്പുഴയിൽ തൊട്ടുതൊട്ടാവും. ഒരു പാലത്തിനു മുകളിൽ ഒരു വശങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കായി 2 പാളങ്ങളുള്ള രീതിയിലാണ് നിർമ്മാണം. വള്ളത്തോൾ നഗർ സ്റ്റേഷൻ മുതൽ മാനന്നൂർ സ്റ്റേഷൻ സമീപം വരെ എത്തുന്ന പാലം ഉൾപ്പെടെയുള്ള റെയിൽപാളമാണ് നിർമ്മിക്കുക. ഇതോടൊപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമുള്ള യാർഡുകളിലെ ഒറ്റവരി പാത 2 വരിയാക്കുന്നുമുണ്ട്. ഇതോടെ തീവണ്ടികൾ ഷൊർണൂർ ബി ക്യാബിന് സമീപവും വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷൻ സമീപവുമെല്ലാം പിടിച്ചിടുന്നത് ഒഴിവാക്കാനാകും. എറണാകുളം ഷൊർണൂർ പാതയുടെ വിപുലീകരണത്തിനായി സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടികൾ റെയിൽവേ ഡെവലപ്മെന്റ് അതോറിറ്റിയും തുടങ്ങി. ഇതിനായി തഹസിൽദാറെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയായാൽ നഷ്ടപരിഹാര തുക റെയിൽവേ നൽകും. പാലം പണിക്ക് ശേഷമായിരിക്കും പാത വികസനം നടപ്പാക്കുക. 450 കോടിയോളം രൂപയാണ് ചെലവ്. 100ഓളം തീവണ്ടികളാണ് ഷൊർണൂർ വഴി കടന്നുപോകുന്നത്. ഇതിൽ മുൻപ് പാലക്കാട് ഭാഗത്തുനിന്നും ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിയിരുന്ന 15ഓളം തീവണ്ടികൾ നേരിട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇവയുൾപ്പെടെ പലയിടങ്ങളിലായി പിടിച്ചിടേണ്ട അവസ്ഥയുമാണ്. ദീർഘദൂര വണ്ടികൾ പിടിച്ചിടുന്നതോടെ യാത്രക്കാരുടെ പ്രതിഷേധവും വലിയ രീതിയിലുണ്ട്. വന്ദേ ഭാരത് വന്നതോടെ മറ്റു വണ്ടികളെല്ലാം ക്രോസിംഗ് സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടാണ് സമയം പാലിക്കുന്നത്. പണി പൂർത്തിയാകുന്നതോടെ ഇതൊഴിവാക്കാനാകും. ഈ റൂട്ടിൽ കൂടുതൽ വണ്ടികൾ ഓടിക്കാനും സാധിക്കുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. ഈ പണി പൂർത്തിയാക്കിയാൽ ഭാരതപ്പുഴയിൽ പഴയ കൊച്ചിൻ പാലമടക്കം പാലങ്ങളാവും ഭാരതപ്പുഴയിലുണ്ടാവുക. ഇതിൽ കൊച്ചിൻ പാലം തകർന്ന നിലയിലാണ്. വാഹനങ്ങൾക്ക് പോകാൻ 2-ാം പാലവുമുണ്ട്. ഇതുകൂടാതെ തീവണ്ടികൾക്ക് പോകാനുള്ള 3-ാമത്തെ പാലം കൂടി യാഥാർത്ഥ്യമായാൽ ഭാരതപ്പുഴയിൽ അടുത്തടുത്ത് 5 പാലമാകും. ന്യൂസ് ഡെസ്ക് CCV.